ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ പണിക്ക് പോകുന്ന വീഡിയോ ആണ് ഇന്നത്തെ വരുന്നത്. ഉച്ചയ്ക്ക് സമയം 2 മണിക്ക് നേരെ ലിഫ്റ്റിലേക്ക് കയറി പുറത്തോട്ട് ഇറങ്ങി. അവിടെ നേരെ സൈക്കിൾ എടുക്കാൻ വേണ്ടിയിട്ട് പോയി. സൈക്കിൾ ചെന്ന് നോക്കുന്ന സമയത്ത് ഫുള്ളായിട്ട് ഇന്നലെ രാത്രി പെയ്ത മഴയിൽ ആകെ നാശകോശമായി, എന്താ പറയുക, ചടിയൊക്കെ തെറിച്ച് അങ്ങനെ വൃത്തികേടായി കിടക്കുകയാണ്. അങ്ങനെ സൈക്കിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അപ്പോൾ ഈ സൈക്കിൾ ക്ലീൻ ചെയ്ത് നമ്മൾ റൂമിൻ്റെ പുറത്തോട്ട് ഇറങ്ങി. കാരണം ഇന്നലെ മഴ പെയ്തിട്ട് വെള്ളമെല്ലാം കയറി കിടക്കുന്നുണ്ടല്ലോ. അങ്ങനെ അവിടുന്ന് നേരെ വണ്ടി എടുത്ത് റോഡും ക്രോസ് ചെയ്ത് വണ്ടി എടുത്ത് ഒറ്റപ്പെട്ടിലാണ് നമ്മളെ മറീനയിലേക്ക്, നമ്മുടെ ജോലി സ്ഥലമായ മറീനയിലേക്ക് വണ്ടി എടുത്ത് നേരെ വിട്ടു. മതി, ഫുട്പാത്തിൽ കൂടി പോയാൽ മതി. അങ്ങനെ ഫുട്പാത്തിൽ കൂടെ കയറി നേരെ പിന്നെ റോട്ടുമിലേക്ക് വീശി. അവിടുന്ന് ഫസ്റ്റ് സിഗ്നൽ എത്തിയിട്ടുണ്ട്. സിഗ്നലിൽ വെയിറ്റ് ചെയ്ത് കുറച്ച് നേരം. അങ്ങനെ സിഗ്നൽ വീണപ്പോൾ നമ്മൾ റോഡും ക്രോസ് ചെയ്തിട്ട് വീണ്ടും വണ്ടിയിൽ കൂടി ഇങ്ങനെ അടുത്ത സ്റ്റോപ്പിലെത്തിയിട്ടാണ്. അങ്ങനെ അവിടുന്ന് റോഡൊക്കെ ക്രോസ് ചെയ്ത് പിന്നെ നമ്മൾ പോകാനുള്ളത് നല്ലൊരു പാർക്കിലൂടെ. അതാ അപ്പുറം ഇപ്പുറവും നല്ല പച്ചപ്പുല്ലൊക്കെ വെച്ചിട്ടുള്ള പാർക്കിൽ കൂടി അടിപൊളിയായിട്ട് നമ്മൾ വണ്ടി എടുത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പാവം കുറേ പ്രാവുകൾ അവിടെ ഇരുന്നിട്ട് നല്ല എന്താ പറയുക, എന്തൊക്കെ കൊത്തി തിന്നുണ്ട്. വൈറ്റുകളൊക്കെ പറപ്പിച്ചു. അതാണ് പോയി പാവ വൈറ്റുകൾ എന്ത് വെച്ച്. ഗൈസ്, അപ്പം നമ്മൾ ഇതാ മറിയിലെത്തി കഴിഞ്ഞു. അവിടെ നമ്മൾ ഹബീബായി കണ്ട്, ഹബീബായി കുറച്ച് കഥയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് അങ്ങനെ ഇതാ പോകുന്നു. അങ്ങനെ നമ്മളെ ഗഫൂർക്ക വിളിക്കുന്നത്, ആ വയസ്സിലേന്ന് വിളിക്കുന്നുണ്ട്. അങ്ങനെ ഗഫൂർക്കാണ്ട് കഥ പറഞ്ഞു നോക്കുന്ന സമയത്ത് നമ്മളെ ലക്ഷ്മൺ ഭായി വെക്കേഷനൊക്കെ കഴിഞ്ഞ് അടിപൊളിയായിട്ട് ഇതാ ചൊങ്കനായിട്ട് വന്നിരിക്കുന്നത്. അങ്ങനെ മൂപ്പറ കുറച്ച് എന്താ പറയുക, കെട്ടിയൊക്കെ പിടിച്ച് സന്തോഷമൊക്കെ പങ്കിട്ട് ഗൈസ്, അവിടുന്ന് പിന്നെ നമ്മൾ നേരെ റോക്കറിൽ സാധനങ്ങളൊക്കെ വെച്ച്, നമ്മളെ സാമഗ്രികളൊക്കെ വെച്ച് നമ്മൾ ചങ്ക് റഹീമായിട്ട് ഇതാ അവിടുന്ന് ഞങ്ങൾക്ക് കുറച്ച് പണിയുണ്ടായിരുന്നു. ഒരു ബോട്ടിലേക്ക് മഴ പെയ്ത് വെള്ളമൊക്കെ കയറിയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ബോട്ടിൻ്റെ പിന്നെ താർപ്പായി എല്ലാം അയച്ച് നോക്കുന്ന സമയത്ത് ഇതാ ഇതിനകത്ത് കുറച്ച് വെള്ളം കിടക്കുന്നുണ്ട്. ഒരുപാടൊന്നുമില്ല, മഴ പെയ്ത വെള്ളമാണ്. അങ്ങനെ അതൊക്കെ ഒന്ന് മോട്ടർ അടിച്ച് പുറത്തേക്ക് കളഞ്ഞു. അവിടുന്ന് നേരെയാണ് രണ്ടാമത്തെ ബോട്ടിലേക്ക് ചെന്ന്. അതിൽ ചെന്ന് നോക്കുന്ന സമയത്ത് അതിൽ വെള്ളമോ കാര്യങ്ങളൊന്നുമില്ല, എല്ലാം ഓക്കെയാണ്. പിന്നെ ഇതാ ഉച്ചക്ക് ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് ഈ വർഷത്തെ ഇൻഷൂർ കാർഡൊക്കെ തന്ന് അവിടുന്ന് ഇതാ ഒന്ന് മറീനൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. അങ്ങനെയൊക്കെയാണ് എല്ലാം ഓക്കെ അല്ലേ, എല്ലാം ഓക്കെയാണ്. പിന്നെയൊക്കെ ഒന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ എന്താ പറയുക, ശാന്തമായ ഒരു അന്തരീക്ഷമാണ് മറീനയിൽ. കാരണം ഇപ്പോഴത്തെ സിറ്റുവേഷൻ കാരണം തന്നെ ഇവിടെ വേറെ ബോട്ടുകളോ കാര്യങ്ങളോ പുറത്തുനിന്ന് വരാനോ അവിടുന്ന് പുറത്തോട്ട് പോകാനോ ഒന്നുമില്ല. അവിടുന്ന് കുറച്ച് കഴിഞ്ഞ് ഞാൻ നേരെ മറീനൻ്റെ വെള്ളത്തിൻ്റെ അടിയിൽ എന്തെങ്കിലും മീനോ കാര്യങ്ങളോ കാണാൻ പറ്റുമോ നോക്കാൻ വേണ്ടിയിട്ട് ക്യാമറ എടുത്ത് വെള്ളത്തിൽ നോക്കി നോക്കുന്ന സമയത്തൊന്നും കാണാനില്ല. എന്നാൽ പിന്നെ 2 മീനെ കണ്ടിട്ട് തന്നെ കാര്യം എന്ന് വെച്ചിട്ട് ഞാൻ എന്താക്കി, കയറൊക്കെ കെട്ടിയിട്ട് ക്യാമറ വെള്ളത്തിൻ്റെ അടിയിലേക്ക് താത്തി നോക്കി. ആ വിഷ്വലിതാ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്കൊന്ന് കടലിൻ്റെ അടിയിലേക്ക് പോയിട്ട് വരും എല്ലാവരും. ജസ്റ്റ് ഇതാ അവിടുന്ന് കയറ് കെട്ടി ക്യാമറ വെള്ളത്തിലേക്ക് താത്തി നോക്കി. മീനൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ എന്താ പറയുക, ഏകദേശം നേരെ ഇടാകാനുള്ള സമയമായതുകൊണ്ട് തന്നെ വലിയ ക്ലിയറൊന്നുമില്ല. ഉള്ള ക്ലിയറിൽ നമുക്ക് കാണാം. വെള്ളത്തിനടി ചെന്ന് നോക്കുന്ന സമയത്ത് ജസ്റ്റ് മീൻ അതിലൊക്കെ പാസ് ചെയ്യുന്നുണ്ട്, എന്നാലും വലിയ വ്യക്തമല്ല. എന്തായാലും ഇന്ന് നമ്മൾ പ്രതീക്ഷിച്ച മീനും കാര്യങ്ങളൊന്നും കാണാൻ പറ്റിയിട്ടില്ല. എന്താ പറയുക, വിസിബിലിറ്റി വളരെ കുറവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. അപ്പോൾ ചാനൽ സബ് ചെയ്യാത്ത ആൾക്കാർക്കൊന്ന് സബ് ചെയ്ത് നമ്മൾ കൂടെ കൂടുക. ലൈക്ക്, ഷെയർ, കമൻറ്റ് അതൊക്കെ ചെയ്യാം. എന്നാൽ പിന്നെ ഞാൻ പോയിട്ട് വരുന്നു കേട്ടോ എല്ലാവരോടും. ഓക്കെ.